നമസ്കാരം. ഇന്ന് മഹാശിവരാത്രി. മഹാശിവരാത്രിയുടെ മഹത്തായ അവസരത്തിൽ ശിവൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹം ചൊരിയട്ടെ. നിങ്ങൾക്ക് സന്തോഷകരവും സമൃദ്ധവുമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്ക് ശിവരാത്രിയെക്കുറിച്ച് കൂടുതൽ അറിയാം. ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും 2 പുരാണ കഥകളാണുള്ളത്. ആദ്യത്തേത് പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുകി പിടിച്ചു. പുറത്ത് വരാതിരിക്കാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്ന രാത്രിയാണ് ശിവരാത്രി എന്ന് വിശ്വസിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് മറ്റൊരു കഥ. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഒരു ശിവലിംഗം അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മേലഗ്രഹവും കീഴഗ്രഹവും ദൃശ്യമായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠനെന്നും അശരീരി മുഴങ്ങി. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു. അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ പ്രാധാന്യത്തെ അറിയിച്ചു. പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു. എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അരുളി ചെയ്തു. ഇതാണ് മറ്റൊരു ഐതിഹ്യം. ശിവപുരാണം, ലിംഗപുരാണം, സ്കന്ദപുരാണം തുടങ്ങിയ പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാശിവരാത്രി ആഘോഷങ്ങളാണിത്. ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ശക്തമായ പുരാണ വിവരണങ്ങളുമായി ഇഴചേർന്ന് കേവലം മതപരമായ ആചാരത്തിനപ്പുറം അതിൻ്റെ പ്രാധാന്യം വ്യാപിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഐതിഹ്യമാണ് മഹാശിവരാത്രിയെ ശിവന്റെയും പാർവതിയുടെയും ദിവ്യ വിവാഹ രാത്രിയായി അനുസ്മരിക്കുന്നത്. ശിവന്റെ ഹൃദയം കീഴടക്കാൻ പാർവതീദേവി തീവ്രമായ തപസ്സും ഭക്തിയും സ്വീകരിച്ചു. അവരുടെ പവിത്രമായ ഐക്യത്തിനായുള്ള അവരുടെ ശ്രമങ്ങളുടെ പര്യവസാനമാണ് മഹാശിവരാത്രി. ഭക്തർ, പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ, ഈ രാത്രിയിൽ ഉപവാസം അനുഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദാമ്പത്യാനന്ദം, ഐക്യം, ശിവന്റെയും പാർവതിയുടെയും മാതൃകയിലുള്ള ശക്തമായ പങ്കാളിത്തത്തിന്റെ അനുഗ്രഹങ്ങൾ എന്നിവ നേടുന്നു. ഈ ഐക്യം ബോധത്തിന്റെയും ദിവ്യശക്തിയുടെയും തികഞ്ഞ സന്തുലിതാവസ്ഥയെ പ്രതീകപ്പെടുത്തുന്നു. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ആകർഷകമായ ഇതിഹാസം ശിവന്റെ പ്രപഞ്ച നൃത്തമായ താണ്ഡവമാണ്. ഈ നൃത്തം വെറുമൊരു കലാരൂപത്തിന്റെ ആവിഷ്കാരമല്ല, മറിച്ച് സൃഷ്ടി, സംരക്ഷണം, നാശം എന്നീ പ്രപഞ്ച ചക്രത്തിന്റെ തന്നെ പ്രതിനിധാനമാണ്. ഇത് ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ശാശ്വത താളത്തെ ഉൾക്കൊള്ളുന്നു. മഹാശിവരാത്രിയിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നത് ശിവന്റെ താണ്ഡവത്തിന്റെ ശക്തമായ ദിവ്യശക്തിയുമായി ബന്ധപ്പെടാനും ആത്മീയ അനുഗ്രഹങ്ങൾ നേടാനും അവരുടെ ആന്തരിക ബോധത്തിൽ പ്രപഞ്ച നൃത്തത്തിന്റെ ഒരു നേർക്കാഴ്ച കാണാനും സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശിവലിംഗത്തിന്റെ പവിത്രമായ സ്നാനമെന്ന അഭിഷേകമാണ് കേന്ദ്ര ആചാരം. ശിവന്റെ രൂപരഹിതമായ സത്തയെ പ്രതിനിധീകരിക്കുന്ന ലിംഗം വിവിധ പവിത്രമായ വസ്തുക്കളാൽ കുളിപ്പിക്കപ്പെടുന്നു. ഓരോന്നിനും പ്രതീകാത്മകത അർത്ഥമുണ്ട്. 1. വെള്ളം ശുദ്ധീകരണത്തിന്, പാൽ വിശുദ്ധിയും സമൃദ്ധിയുടെ അനുഗ്രഹവും, തേൻ മാധുര്യവും ദിവ്യബോധവും, തൈര് ആരോഗ്യവും ദീർഘായുസ്സും നൽകുന്നതിന്, നെയ്യ് വിജയവും ശക്തിയും, പഞ്ചസാര അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് സന്തോഷവും ആനന്ദവും. ഈ അഭിഷേകത്തോടെ പലപ്പോഴും മന്ത്രങ്ങളും ജപിക്കാറുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ഉച്ചരിക്കലും ഉണ്ടാകും. പഴങ്ങൾ, ശിവന് വളരെ പവിത്രമായി കരുതുന്ന ബില്വ ഇലകൾ, ധൂപവർഗ്ഗങ്ങൾ എന്നിവയും സമർപ്പിക്കുന്നു. ശിവരാത്രിക്ക് തലേ ദിവസം തന്നെ വീട് മുഴുവനും കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം. വ്രതമെടുക്കാൻ നിശ്ചയിച്ചവർ തലേ ദിവസം രാത്രി അരിയാഹാരം കഴിക്കാതിരിക്കുക. പകരം ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ശിവരാത്രി ദിവസം രാവിലെ തന്നെ ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്ര ദർശനം നടത്താം. 2 തരത്തിൽ വ്രതമെടുക്കാം.
ഉപവാസവും ഒരിക്കലും. ഉപവാസം എന്നാൽ ഒന്നും ഭക്ഷിക്കാതിരിക്കുക. എന്നാൽ ഒരിക്കലിൽ ഒരു നേരം കുറച്ച് ഭക്ഷണം കഴിക്കാം. ആരോഗ്യ പ്രശ്നമുള്ളവർ സാധാരണയായി ഒരിക്കലാണ് എടുക്കാറുള്ളത്. സാധാരണ ഒരിക്കൽ എടുക്കുന്നവർ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വെള്ള നിവേദ്യമാണ് കഴിക്കാറ്. ഇതും വയറ് നിറയും വരെ കഴിക്കാൻ പാടില്ല. ശിവരാത്രി വ്രതം നോക്കുന്നവർ പകലും രാത്രിയും ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. ശിവരാത്രിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തീർത്ഥം കുടിച്ചുകൊണ്ട് വ്രതം മുറിക്കേണ്ടതാണ്. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവപുരാണം, ശിവസഹസ്രനാമം, അഷ്ടോത്തര ശതനാമ സ്തോത്രം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, വില്വാഷ്ടകം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം നോക്കുന്നവർ അതുവരെ ജലപാനം പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശരീരവും മനസ്സും ശുദ്ധമാക്കി പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിച്ച് വ്രതം നോക്കുന്നതാണ് നല്ലത്. ശിവരാത്രിയുടെ തൊട്ടടുത്തുള്ള ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇന്ത്യയിലും നേപ്പാളിലും വിവിധ പ്രാദേശിക വ്യത്യാസങ്ങളോടെ മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നു. ഓരോന്നും ഉത്സവത്തിന് സവിശേഷമായ സാംസ്കാരിക സുഗന്ധങ്ങൾ നൽകുന്നു. ഒന്ന്, കശ്മീരിലെ ഹെറാത്ത്. ഒരു സവിശേഷമായ കശ്മീരിലെ പണ്ഡിറ്റ് ഉത്സവമാണ് ഹെറാത്ത് എന്ന് പറയുന്നത്. ഹൈരാത്രിയോ ശിവരാത്രിയോ കശ്മീരി പണ്ഡിറ്റുകൾക്ക് പരമ പ്രധാനമാണ്. അമാവാസി രാത്രിയിലെ ശിവരാത്രിയിൽ നിന്ന് വ്യത്യസ്തമായി ഹെറാത്ത് ആഘോഷിക്കുന്നത് ഫാൽഗുണ മാസത്തിലെ ഇരുണ്ട പകുതിയിലെ ത്രയോദശിയിലാണ്. ആരാധനയുടെ പ്രധാന ദേവത വാതുക് ഭൈരവ ഭൈരവി. അത് ശിവന്റെ ഒരു അവതാരമാണ്. ദേവതകളെ പ്രതിനിധീകരിക്കുന്ന വാതുക് കലം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിപുലമായ ആചാരങ്ങൾ നടത്തുന്നു. കൂടാതെ വാൾനട്ട് പ്രത്യേക വഴിപാടുകൾ നടത്തുകയും പിന്നീട് പവിത്രമായ പ്രസാദമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. തനതായ കശ്മീരി പണ്ഡിറ്റ് പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും മുഴുകി ഹെറാത്ത് ആഘോഷങ്ങൾ നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ അരുണാചലേശ്വര ക്ഷേത്രമാണ്. തമിഴ്നാട്ടിൽ മഹാശിവരാത്രി അത്യധികം ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് തിരുവണ്ണാമലയിലെ പുരാതന അരുണാചലേശ്വർ ക്ഷേത്രത്തിൽ. ഹിമാലയത്തിലെ കേദാർനാഥ് ക്ഷേത്രം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മേഖലയിൽ 12 ജ്യോതിർലിംഗങ്ങളിൽ ആദരണീയമായ കേദാർനാഥ് ക്ഷേത്രത്തിൽ മഹാശിവരാത്രി അഗാധമായ ഭക്തിയോടെ ആചരിക്കുന്നു. കഠിനമായ ശൈത്യകാല സാഹചര്യങ്ങളും മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നിട്ടും ഭക്തർ തണുപ്പിനെ അതിജീവിച്ച് അവരുടെ അചഞ്ചലമായ വിശ്വാസം പ്രകടമാക്കുന്നു. ശിവന്റെ നഗരമായി കണക്കാക്കപ്പെടുന്ന വാരാണസിയിൽ അതിഗംഭീരമായ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നു. ഭക്തർ പുണ്യനദിയായ ഗംഗാനദിയിൽ ആചാരപരമായി മുങ്ങിക്കുളിക്കുകയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജാഗരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഭക്തിഗാനങ്ങളുടെയും ഭജനകളുടെയും ഉജ്ജ്വലമായ സാംസ്കാരിക പ്രകടനങ്ങളുടെയും അകമ്പടിയോടെയാണ് ഇത് നടക്കുക. ഗുജറാത്തിലെ മറ്റൊരു പ്രമുഖ ജ്യോതിർലിംഗ കേന്ദ്രമായ സോംനാഥ് ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഉത്സവം നടക്കുന്നു. രാത്രി മുഴുവൻ നടക്കുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടുന്നു. ക്ഷേത്രം അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഉത്സവത്തിന്റെയും ആത്മീയതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മഹാകാലേശ്വരം ഭസ്മ ആരതിയും. തെക്കോട്ട് ദർശനമുള്ള സവിശേഷമായ ശിവലിംഗത്തിന് പേരുകേട്ട മഹാകാലേശ്വര ജ്യോതിർലിംഗത്തിന്റെ ആസ്ഥാനമായ ഉജ്ജയിനിൽ ഗംഭീരമായ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് സവിശേഷവും ആകർഷകവുമായ ഒരു ആചാരമാണ് ഭസ്മ ആരതി. അതിരാവിലെ നടത്തുന്ന ഈ ചടങ്ങിൽ ശിവലിംഗം പവിത്രമായ ഭസ്മം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് ആത്യന്തിക യാഥാർത്ഥ്യത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ശക്തമായ പ്രതീകാത്മക പ്രതിനിധാനമാണ്. മഹാശിവരാത്രി വെറും ആചാരപരമായ അനുഷ്ഠാനങ്ങളെ മറികടക്കുന്നു. അത് ആഴത്തിലുള്ള ആത്മീയ പ്രതീകാത്മകതയെ ഉൾക്കൊള്ളുന്നു. രാത്രി തന്നെ അജ്ഞതയുടെ അന്ധകാരത്തെ പ്രതിനിധീകരിക്കുന്നു. ഭക്തർ അറിവിന്റെ ഭക്തിയുടെയും വെളിച്ചത്തിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഈ രാത്രിയിൽ ആഘോഷിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും ഐക്യം അവ തമ്മിലുള്ള അനിവാര്യമായ ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു. പുരുഷനൊപ്പം പ്രകൃതി. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും സന്തുലിതാവസ്ഥയ്ക്കും പരസ്പര ബന്ധിതത്വത്തിനും അടിസ്ഥാനമായ പ്രപഞ്ച തത്വമായിട്ടാണ് ഈ ദിവ്യ ഐക്യത്തെ കാണുന്നത്. ഈ പുണ്യരാത്രിയിൽ ശിവനെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനത്തിൽ ഏർപ്പെടുന്നതിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും അഹംഭാവം, ആസക്തി, അജ്ഞത തുടങ്ങിയ നെഗറ്റീവ് പ്രവണതകളെ മറികടക്കാനും ആത്മീയ വളർച്ചയിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും പുരോഗമിക്കാനും കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹാശിവരാത്രി വ്രതം കേവലം ശാരീരിക വർജനത്തെക്കുറിച്ചല്ല, മറിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും
പരിശീലിപ്പിക്കുന്ന സ്വയം അച്ചടക്കം, ഇച്ഛാശക്തി, ആന്തരിക ശുദ്ധീകരണം എന്നിവയുടെ ഒരു പരിശീലനമായാണ് കാണുന്നത്. മഹാശിവരാത്രി ഭക്തിപൂർവ്വം ആചരിക്കാൻ പ്രചോദിതരായവർക്ക് ഇതാ ചില സഹായകരമായ നുറുങ്ങുകൾ. 1. സ്വയം തയ്യാറാകുക. ആചാരപരമായ കുളിയോടെ ദിവസം ആരംഭിക്കുക. പരമ്പരാഗതമായി വെളുത്ത നിറത്തിലുള്ള വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. എന്നിരുന്നാലും വൃത്തിയുള്ളതും മാന്യവുമായ ഏത് വസ്ത്രവും അനുയോജ്യമാണ്. ശിവക്ഷേത്രം സന്ദർശിക്കുക. കഴിയുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അഭിഷേക ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുക. ഉദ്ദേശ്യത്തോടെ ഉപവാസം ആചരിക്കുക. നിങ്ങൾ ഉപവസിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മനസ്സോടെ ഉപവസിക്കുക. നിങ്ങൾ കർശനമായ ഉപവാസമോ പഴങ്ങൾ, പാൽ, വെള്ളം എന്നിവ കഴിച്ച് ഭാഗികമായ ഉപവാസമോ തിരഞ്ഞെടുക്കാം. ഭക്ഷണം മാത്രം ഒഴിവാക്കുന്നതിന് പകരം ഉപവാസത്തിന്റെ ആത്മീയ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രാത്രി ജാഗ്രതയിൽ ഏർപ്പെടുക. രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ ശ്രമിക്കുക. ധ്യാനവും ജപവും. മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക സമാധാനം വളർത്താനും ധ്യാനത്തിൽ ഏർപ്പെടുക. ഭഗവാൻ ശിവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ ഓം നമഃ ശിവായ പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ഭക്തിയോടെയുള്ള വഴിപാടുകൾ. വീട്ടിലോ ക്ഷേത്രത്തിലോ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ പഴങ്ങൾ, വിൽവയിലകൾ, ധൂപവർഗം എന്നിവ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ സമർപ്പിക്കുക. മഹാശിവരാത്രി ദിവസം മുഴുവൻ നമ്മൾ ഉണർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതും കൂടി നമുക്കൊന്നറിയാം. മഹാശിവരാത്രിയിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന രീതി പ്രതീകാത്മകവും ആത്മീയവുമായ അർത്ഥമുണ്ട്. 1. ജാഗ്രത. ഇത് ജാഗ്രത പാലിക്കുന്നതിനെയും സ്വന്തം ആന്തരിക വ്യക്തിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നതിനെയും നിഷേധാത്മകതയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു. തുടർച്ചയായ ഭക്തി. പുണ്യരാത്രി മുഴുവൻ ശിവനോടുള്ള തടസ്സമില്ലാത്ത ഭക്തിയും സമർപ്പണവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദിവ്യശക്തിയുമായി ബന്ധപ്പെടൽ. ഈ ശുഭരാത്രിയിൽ ഭക്തർക്ക് ഉണർന്നിരിക്കുന്നത് ശിവന്റെ ഉയർന്ന ദിവ്യശക്തിയെ ആഗിരണം ചെയ്യാനും അതുമായി ബന്ധപ്പെടാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോസ്മിക് നൃത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഉണർന്നിരിക്കുന്ന ഭക്തർ ആത്മീയാർത്ഥത്തിൽ ശിവന്റെ പ്രപഞ്ച നൃത്തം, അതായത് താണ്ഡവം കാണാൻ കഴിയുന്ന അനുഗ്രഹം ലഭിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ശിവരാത്രിയുടെ ഐതിഹ്യവും ചരിത്രവും വ്രതാനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശിവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, നല്ല ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി, ഐക്യം എന്നിവ നൽകട്ടെ. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകൾ.